السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال له صاحبه وهو يحاوره وكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك يرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا. صدق الله العظيم. ബനൂ ഇസ്രായേലിലെ രണ്ട് സഹോദരങ്ങൾക്കിടയിലുള്ള ചർച്ചകൾ ഗുണപാഠ നിർഭരമായ സംഭവമായി അള്ളാഹു അവതരിപ്പിച്ചതാണ്. സത്യത്തിൽ അനുജൻ ജ്യേഷ്ഠനോട് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ തർക്കിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അക്കഫർത്ത, നീ കാഫറാവുകയാണോ ബില്ലദി, ഒരുത്തനെ കൊണ്ട് ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഇല്ലായ്മയിൽ നിന്ന് നിന്നെ ഉണ്ടാക്കിയത് അവനാണ്. അത് തന്നെ മിൻ തുറാബിൻ, ഒന്നുമല്ലാത്ത ഒട്ടുന്ന മണ്ണിൽ നിന്ന്, തുഫ, പിന്നെയും കണ്ടാൽ വെറുക്കുന്ന ഒട്ടുന്ന ശുക്ലഗണത്തിൽ നിന്ന്, തുമ്മ സവ്വാക റജുല, പിന്നെയാണ് ആരോഗ്യമുള്ള തടിമാടനായ ആകാര സൗഷ്ഠമുള്ള ഈ അവസ്ഥയിൽ അവൻ നിന്നെ നല്ലൊരു പുരുഷനായി മനുഷ്യനായി മാറ്റിമറിച്ചത്. അങ്ങനെയുള്ള അള്ളാഹനെ നീ നിഷേധിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ആയത്തടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ അള്ളാഹനെ നിഷേധിക്കുന്നു എന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് അള്ളാഹനെ വിശ്വാസമില്ല, എന്താ അള്ളാഹ് എന്നൊന്നും ഇയാൾ പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞ എന്താണ്? ഇതൊക്കെ എന്റേതാണ്, ഇത് ഇനി കേടുവരൂല എന്നും ഇവിടെ ഉണ്ടാവും. ഇതിനെ കേടുവരുത്തുന്ന ഒരു ഖിയാമത്ത് നിന്ന് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇയാൾ പറഞ്ഞ അർത്ഥങ്ങളാണ്. നമ്മൾ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, അഥവാ വന്നാൽ ഈ ലോകത്ത് ഇതൊക്കെ എനിക്ക് സജ്ജമാക്കി തന്ന അള്ളാഹ് അവിടെ എനിക്ക് ഇതിനേക്കാൾ ഉഷാറാക്കി തരും. കാരണം ഇവിടെ തന്നില്ലേ, അങ്ങനെ തന്നെ എനിക്കും അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് സത്യത്തിൽ ഇയാൾ കാഫർ ആവുകയാണ്. കാഫർ ആവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത് കാഫർ ആവണമെങ്കിൽ എനിക്ക് അള്ളാഹനെ വിശ്വാസമില്ല എന്ന് പറയണ്ട. ഇസ്ലാം കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുകയും വേണ്ട. കാഫർ ആവാൻ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് കാണുക, മദ്രസ മുഅല്ലിമിനെ പിടിക്കപ്പെട്ടു, എന്തുകൊണ്ടാണെന്നും കൂടി വായിക്കൂല. അയാളൊരു പക്ഷേ നിരപരാധിയായിരിക്കും, അതും അറിയില്ല. പേപ്പറല്ലേ നമ്മളെ ഖുർആൻ. മദ്രസ മുഅല്ലിമിനെ പിടിക്കപ്പെട്ടു, ഈ ആലിമീങ്ങളൊക്കെ കള്ളന്മാരാണ്, കഫറായി. ആലിമീങ്ങളൊക്കെ കള്ളന്മാരാന്ന് പറഞ്ഞ ആദ്യത്തെ ആലിമാരാ മുഹമ്മദ് റസൂലുള്ളാഹി. സഹാബാക്കളൊക്കെ ആലിമീങ്ങളല്ലേ. മദ്രസയിൽ എന്തെങ്കിലും നടന്നിട്ടില്ലേ, അതൊക്കെ അന്വേഷിച്ചിട്ട് അത് വഴി പോകണ്ടാണ്. ഞാൻ ഉദാഹരണം പറയാണ്, ഇന്നെല്ലാരും പീഡിയക്കൊലായ്മ ഇരുന്നിട്ട് പറയുന്ന വർത്താനങ്ങൾ പറയുന്നു. അത് പറഞ്ഞാണ്ട് വള്ളിയെ കയറും ചെയ്യും. ഇത് പറയണതിന് മുമ്പ് നിന്റെ പേര് ശംസുദ്ദീനാണെങ്കിൽ പറയലോടുകൂടി ആഖിറത്തിൽ അയ്യപ്പനായി. കാരണം എന്താ, വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി ഈ വർത്താനം കൊണ്ട്.
അപ്പൊ ഇന്ന് പേപ്പർ പിടിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ കാഫറാക്കുന്ന വർത്താനാണ് എന്നൊന്ന് ചിന്തിക്കണത് നല്ലതാണ്. ഞാനൊരിക്കലും ഒരാളോട് പറഞ്ഞു താടി കറുപ്പിച്ച് നടക്കുന്നത് ശരിയല്ല, അവരെ വിമർശിച്ചുകൊണ്ട് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു. എന്നോട് നേരിട്ട് പറഞ്ഞില്ല, പുറത്തു പോയിട്ട് പറഞ്ഞു അങ്ങനെ എത്ര ഹദീസ് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, അത് മൗദൂആണെന്ന് പറയണേ തർക്കടില്ല. പറഞ്ഞ അങ്ങനെ ഹദീസ് ഉണ്ട്, അത് സഹീഹ് അല്ലല്ലോ എന്ന് പറയണേ തർക്കടില്ല. പറഞ്ഞാൽ അതല്ല, അങ്ങനെ എത്ര ഹദീസ് ഒക്കെ നോക്കി നടക്കല പിന്നെ പണി. എന്നിട്ട് പിന്നെ ഇയാൾ ഉംറക്കും പോയി. ആരാ ഉംറക്കോണ്? വേലായുധൻ. പേര് അബൂബക്കറാണ് പാസ്പോർട്ടില്, പക്ഷെ അള്ളാന്റെ കോടതിയിൽ വേലായുധനായിട്ടാണ് ഈ വർത്താനത്തോടു കൂടി. അപ്പൊ കാഫർ ആവണമെങ്കിൽ ഞാൻ അള്ളാനെ നിഷേധിക്കുന്നു എന്ന് പറയേണ്ട കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞല്ല. കാഫറാണ് ഇവിടങ്ങള് ഈ പള്ളിന്റെ ഉള്ളിൽ നിസ്സാരപ്പെടുത്തി തുപ്പിയാൽ കാഫറാണ്. പേടിയക്കൊലായ്മ തുപ്പിയാൽ കാഫറാവൂല. സംഗതി ശരിയല്ല കേട്ടോ, ഞാൻ എല്ലാവരും കൂടെ പോയി തുപ്പാൻ നിൽക്കണ്ട. അതല്ല, വീട്ടിലിരുന്നിട്ട് കൊലായ്മക്ക് തുപ്പുകയാണെങ്കിലും കാഫറാവൂല. നല്ല ഏർപ്പാടല്ല, വൃത്തിയല്ല ഉള്ളത്. പക്ഷെ ഇവിടെ ഇത് പള്ളി കാഫറായി, ഞാൻ തുപ്പിയും കേട്ടോ കാഫറായി, ഇപ്പൊ കാഫറായി. കിതാബിലുള്ള കാര്യങ്ങളാ ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പൊ ഇയാള് ഞാൻ അള്ളാഹനെ നിഷേധിച്ചു എന്ന് ഏതെങ്കിലും ആയത്ത് പറഞ്ഞോ? ഇല്ലല്ലോ. അയാള് കുറച്ച് ഡയലോഗ് അടിച്ച്, അതുകൊണ്ടാണ് അനുജൻ ചോദിക്കുന്നത് ആ കഫർത്ത് അജി കാഫറാവുക കാക്ക. ഇവിടെ എന്താ കാഫറാവും പറഞ്ഞ് ഇതൊക്കെ ഇന്റേതാണെന്ന് പറഞ്ഞു, ഇത് നഷ്കൂലാന്ന് പറഞ്ഞു. അങ്ങനെ ഖിയാമത്ത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, നിഷേധിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ മറ്റാൾ ചോദിക്കാം കാഫറാക, ആ കാഫറാവും. കാഫറാവാൻ ഇതൊക്കെ മതി. ഇക്കാലം വളരെ പെട്ടെന്ന് കാഫറാവുന്ന കാലമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ നബിയുനാ റസൂലുള്ളാഹി. രാവിലെ പക്കാ മുസ്ലിമായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്ക് കാഫറാവുന്ന ഒരു കാര്യം വരാനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഗ്രിബിന് പള്ളിയിലുണ്ടാവും, നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും, ദുആക്ക് ഇരുന്നിട്ടുണ്ടാവും. രാത്രി വീട്ടിൽ പോയിട്ട് യുക്തിവാദികളുടെ പ്രസംഗം എങ്ങനെ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ ആയിഷയെ കല്യാണം കഴിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. എന്തായത് അങ്ങനെ പറയണില്ല നബിക്ക്. കഫറായി. നബി പറഞ്ഞതിന് പോലെ എഡിറ്റർ ആവുക, കഫറായി. അപ്പൊ അതിനെ കുറിച്ച് തേക്ക് പഠിക്കണം. സംശയം വരികയാണെങ്കിൽ അതിന്റെ ആളുകളോട് ചോദിക്കണം. എന്നാ തീരാവുന്നുള്ള പ്രശ്നങ്ങൾ. സംശയം വന്നാൽ ചോദിച്ചാൽ തീരാവുന്നുള്ളൂ എല്ലാ പ്രശ്നങ്ങളും. ഏതെങ്കിലൊക്കെ ആയത്ത് ഹദീസ് എടുക്കുക, എന്നിട്ട് ഇസ്ലാമിനെ കളിയാക്കുക, അതിങ്ങനെ രാത്രി മലനിരുന്നിട്ട് കേൾക്കുക, എന്നിട്ട് ഉറങ്ങുക, എന്നിട്ട് സുബഹിസ്കരിക്കുക, അതൊക്കെയാണ് പരിപാടി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നോടൊരു ഒരു പള്ളിന്റെ ജോയിന്റ് സെക്രട്ടറി ചോദിച്ചാണ് ആ യുദ്ധത്തിന്റെ ആയത്തൊക്കാണ്ട് എടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നായിന് വന്നു. ഇയാളപ്പോ ജോയിന്റ് സെക്രട്ടറി. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല, ഇതാണ് ജോയിന്റ് സെക്രട്ടറി. യുദ്ധത്തിന്റെ ആയത്ത് ഖുർആനിലെടുത്ത് ഒഴിവാക്കിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഇസ്ലാം എന്ന് പോയില്ലേ. പക്ഷെ ജോയിന്റ് സെക്രട്ടറിയാണ്. എന്തേന്ന് ചോദിച്ചാൽ അവിടെ വാളും ആയുധമൊക്കെ ഒരു കളിയല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ യുദ്ധം പിന്നെ അമ്മായിമത്തക്കാരാ അല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മായിമത്തക്കാര. യുദ്ധത്തിന് പോവാ, എന്നിട്ട് കുറെ നെയ്യപ്പം വഴമ്പരിയിട്ടാണ്ട് ഇറങ്ങുക, എന്നിട്ട് എല്ലാവർക്കും കൂടി കൊടുക്കുക. അതപ്പൊ യുദ്ധം? യുദ്ധത്തിൽ ആയുധം തന്നെയല്ലേ. അപ്പൊ ഗ്രൗണ്ട് നോക്കൂല, ആയത്ത് അടർത്തുക, പരിഭാഷ നോക്കുക, ഇസ്ലാമിനെ കുതിര കയറുക, നിക്കാരതാമ്പുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന്റെ കാലാണെന്ന് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ എത്ര എളുപ്പമുള്ളൊരു കാലം മുൻകാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം തുരുതുരാ വിമർശനങ്ങളാണ്, തുരുതുരാ വിമർശനങ്ങൾ. അവിടെ ഇങ്ങോട്ട് ഇങ്ങനെ പറയല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയിപ്പൊ അതൊന്നും വേണ്ട. ഇവിടെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും അതുമല്ല. നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യത്തിലോ സ്ഥാനമാനത്തിലോ തറവാടിത്തത്തിലൊക്കെ നമുക്കൊരു അഹങ്കാരം വരും. ഇതൊക്കെ ഇന്റേതാണെന്ന് അഹങ്കാരത്തെ കൂടി ചെതല് കയറുന്ന ആരും കണ്ടു കയറും. ഇയാൾക്ക് സംഭവിച്ചതാണ്. ഭയങ്കര തോട്ടം, ഉദ്യാനം, കൊട്ടാരം, അയിലടി കളകളാരം മുഴക്കുന്ന അരുവി, ഇതൊക്കെ കൂടി കണ്ടപ്പോ ഇയാള് നമ്മൾ തന്നെയാണ്. അതിലെ വരും കുഫർ. ആ അഹങ്കാരത്തിൽ നിന്ന് കുഫർ വളരെ എളുപ്പമാണ്.
കേരളത്തിൽ അറിയപ്പെട്ട ഒരു ധനാഢ്യൻ. ആള് ഒരു പ്രഭാഷകനായ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് സോക്കടൊന്നും വരൂല, ശ്രദ്ധിച്ചാ സോക്കട് വരൂല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സോക്കട് വരും. ഇക്കാലത്തിനിടയ്ക്ക് എനിക്കൊരു സോക്കട് വന്നിട്ടില്ല. അപ്പൊ ഈ സോക്കട് വരുത്തുന്നത് അശ്രദ്ധ, ആരോഗ്യവാനാക്കുന്നത് ശ്രദ്ധ. ഇതാണ് ഇപ്പൊ അയാൾ പറഞ്ഞിട്ട് അങ്ങനെ ആയിത്തീർന്നു. അയാള് ഈ രണ്ട് വാക്കിൽ മാത്രം വിശ്വാസിയും കൂടി ആയാൽ കാഫിറായി. അങ്ങനെ ആയിട്ടുണ്ടാവില്ല എന്നേ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ പിറ്റത്തെ മാസം തന്നെ ഇയാള് ചെറിയ പനി വന്നിട്ടാണ് മരിച്ചത്. ചെറിയ പനി, അള്ളാഹ്ക്ക് അത്രേ ഉള്ളു പണി. അതുകൊണ്ടാണ് ചെറിയൊരു പനി മരിച്ചും ചെയ്തു. ആരായി മരിച്ചത്? കഴിഞ്ഞ മാസം ഒരു സോക്കോട് എനിക്ക് ഉണ്ടായിട്ടില്ല, എനിക്കോട്ട് ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിക്കുന്ന ആളാന്ന് പറഞ്ഞു. ഇത്രയുള്ളൂ പരിപാടി. അപ്പൊ അതുകൊണ്ട് കാഫിറാവുക എന്നത് വലിയൊരു കാര്യം സംഭവിച്ചാലേ ആകൂ എന്നൊന്നും ആരും കള്ളുടിച്ചാൽ കാഫിറാവൂല. കള്ള് കുടിച്ചിട്ടില്ല എന്നാലും കുടിക്കണേ തെറ്റില്ല എന്ന് പറഞ്ഞാൽ കാഫിറാവും. ഒരാള് ജീവിതം മുഴുവനും കള്ളുടിച്ച്, അതുകൊണ്ട് കാഫിറാവൂല, ഫാസിക്കാവും. ഒരാൾ തീരെ കള്ളുടിച്ചില്ല, പുക പോലും വലിക്കണില്ല, പക്ഷെ ആള് കള്ളുടിച്ചപ്പോ എന്താ കുഴപ്പം? കാഫിറായി. മതി, കാഫിറാവണേ മതി, കള്ളുടിച്ചാന്ന് കുഴപ്പമുള്ളത്? കാഫിറായില്ലേ? കാരണം ഈമാന് കുഫർ എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ദറൂറ. മുത്തനബി കൊണ്ടുവന്നതായ അനിഷേധ്യമായി അറിയപ്പെട്ടതിനെ സ്വീകരിക്കലാണ് ഈമാൻ. അതിന് നേരെ എതിരെ പറയലും വിശ്വസിക്കലുമാണ് കുഫർ. അപ്പൊ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പരക്കെ കല്യാണപ്പരയിലെ കുഫറിന്റെ വർത്താനം പറഞ്ഞ് ഞാൻ കേട്ടിട്ട് അതിശക്തമായി നേരിട്ടിട്ടുണ്ട്. ഞാൻ കല്യാണപ്പരയിൽ നിന്നിട്ട് കുഫർ പറയാ. ഇതുപോലെ പയപ്പുള്ള എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും മൂല്യൊരു സാമ്പത്തിക തട്ടിയിൽ പെട്ടിട്ടുണ്ടാവും. ഇനിയിപ്പൊ അത് അയാളോട് ചോദിച്ചാലേ അറിയുള്ളൂ, നമുക്കറിയില്ല. നമ്മൾ എന്തിനാ അല്ലെങ്കിൽ ഈ പറയാൻ പോണെന്ന്? ഈ സാധനം ഒന്ന് അടക്കി വെച്ചൂടെ? ഞാൻ ആരെങ്കിലും ഈ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിക്കണോ? എന്റെ പ്രസംഗം യൂട്യൂബിലുണ്ട്, ആയിരക്കണക്കിന് പ്രസംഗമുണ്ട്. ഒന്നെടുത്തിട്ട് പറയും നിങ്ങളാ പറഞ്ഞ ഇന്നാളല്ലേന്ന്. ഞാൻ പറയില്ല, ഞാൻ ഈ പറയില്ല. അറിയാതെ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ അന്ന് നല്ല സ്വതക്കുകയും ചെയ്യും, നല്ലോണം സ്വതക്കുകയും. അതുകൊണ്ട് പുറത്തിട്ടാൻ നമുക്കുണ്ടാവില്ല. അറിയാതെ എങ്ങനെ? അന്ന് നന്നായി സ്വതക്കുകയും കിട്ടിയൊക്കെ കൊടുക്കും. നാട്ടെങ്കിലായി ഇന്ന് രക്ഷപ്പെടാൻ. എന്തിനാ ഈ സാധനം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം? ഞമ്മക്ക് നഷ്ടല്ലേ? ഒരാളെ ഈബത്ത് പറയണ്ടല്ലോ. നമ്മളീ പറഞ്ഞൊക്കെ ശരിയാണെന്ന് ആര് പറഞ്ഞു? ഇനി ശരിയാണെങ്കിൽ തന്നെ പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഗീബത്ത് പറയാ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോ. എന്റെ കല്യാണത്തിന് അല്ല, സോറി ട്ടാ, ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാനൊരു സ്ഥലത്ത് കെട്ടാൻ വേണ്ടിട്ട് എന്താ എല്ലാരും കൂടി എന്റെ മുഖത്ത് ഞാൻ നിങ്ങളെടുക്കാം, മൂപ്പരെടുക്കാന്ന കുഴപ്പമില്ല. ആരെങ്കിലും ഒരു ഉദാഹരണം എടുക്കുക. ഞാൻ കല്യാണത്തിന് വേണ്ടി ആഗ്രഹിച്ചു, വേങ്ങരിൽ നിന്ന് കൂട്ടിക്കൊള്ളി. എന്റെ പെണ്ണിന്റെ പേര് അവിടെ തന്നെ വേങ്ങനാണ്, പെണ്ണുങ്ങളെ നാടേ. അപ്പൊ അവിടെ ഒരു അബ്ബക്കറിനോട് ഇങ്ങനെ അന്വേഷണം. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടും അന്വേഷിച്ചു. വാണിയനൊരു ഇങ്ങനെ ജലീർ അബ്ദുൽ ജലീൽ എന്നുള്ള ചെങ്ങായിണ്ട്, അതിന്റെ അവസ്ഥ എന്താ? അപ്പൊ എനിക്ക് സംഭവം ഈ പരിപാടി ഉണ്ടെങ്കിൽ കേട്ട ആൾക്ക് പറയൽ ഉജൂബ. അത് ഉജൂബ ഈബത്ത. അതിനെ ഫ്ലക്സ് വെച്ചിട്ടൊന്നും കാര്യമില്ല. കല്യാണം മുടക്കിയാള് ആദ്യം ഈ പണി നിർത്തണം. അല്ല ഇല്ലാതെ ഈ പണിക്കുന്നാൽ അത് ഹറാമാണ്. നല്ല ഏക്കനെ കുറിച്ച് വേറെ വൈരാഗ്യം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കൊളുത്തുക, അത് അതിനേക്കാളും വലിയ തെറ്റാണ്. പക്ഷെ നമുക്ക് ഉറപ്പാണ് ഒരു MDMന്റെ ആളാണ്, കഞ്ചാവിന്റെ ആളാണ് എന്ന് ഉറപ്പാണെങ്കിൽ അവനെ കുറിച്ച് കല്യാണം അന്വേഷിക്കാൻ വരുന്ന ആളോട് ഇപ്പൊ അവന് ഈ ആദ്യം ഏർപ്പാടുണ്ടെന്ന് പറയൽ ഉജൂബായ ഗീബത്താണ്. അത് വിശുദ്ധ ഇസ്ലാം പറയുന്നു. അല്ലെങ്കിൽ എന്താ, ഒരു MDMന്റെ ഇടപാടുള്ളവരെ ചെങ്ങായിനടുത്തേക്ക് മോളാണ്ട് വിട്ടാൽ ആ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവന്റെ ബീജല്ലേ ആ പെണ്ണിന്റെ ഉദരത്തിൽ കയറുന്ന, ആ കുട്ടീന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു തലമുറ നശിക്കല്ലേ? അപ്പൊ പറയണ്ടേ? അങ്ങനെ ചില സമയങ്ങളുണ്ട്. അഹങ്കാരത്തിനും ജായിസാണ് ചില സമയമുണ്ട്. യുദ്ധക്കളത്തിൽ അഹങ്കാരം ജായിസാണ്. യുദ്ധക്കളത്തിൽ ഇപ്പൊ യുദ്ധത്തിന് വാളേറ്റാണ്ട് ഇറങ്ങിയാൽ അവിടെ നമ്മൾ താഴ്മാണിച്ച മോന്താണ്ട് പോവാ തന്നെ. എനിക്ക് മെനൊന്നുമില്ല, കയ്യാളുകളുണ്ട്, ആ ഒരു വല്ലാത്ത മൂർച്ചയില്ലാത്ത ഒരു ആയുധമുണ്ട്, സ്വന്തനല്ലേ, എന്നൊന്നും കാട്ടരുത് ഇട്ടാ കോലത്തിൽ നിന്നാ പിന്നെന്താ യുദ്ധം? യുദ്ധത്തിനാണ് ഇങ്ങോട്ട് വേടാ. ആരാണ്ടജി അനബ്നു അബ്ദുൽ മുത്തലിബ് അന നബിയുല്ലാ കദിബ്. റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനമായി തരും. എടാ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്ടാ, ഇങ്ങോട്ട് വരാടാ.
ഞാനേ അബ്ദുൽ മുത്തലിമിന്റെ മോനാ. അബ്ദുൽ മുത്തലിമിന്റെ മോനാന്ന് പറഞ്ഞാൽ അത് മറ്റേ വർത്താനാണ്. ഏത് ഒരു ഉഷാറുള്ള വർത്താനാണ്, അല്ല താഴ്മല്ല. ഞാൻ അബ്ദുൽ മുത്തലിമിന്റെ മോനാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാങ്ങട്ട്. എന്റെ ബാപ്പാരാന്നറിയാം എനിക്ക്. അത് യുദ്ധക്കളത്തിൽ പറ്റും. നീ യുദ്ധക്കളത്തിൽ താടി കറുപ്പിക്കും ചെയ്യാ ആ പറ്റും. ഇത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ഞാനും പെണ്ണുങ്ങളും എപ്പോഴും യുദ്ധ, അതുകൊണ്ടാ കറുപ്പിച്ച. ആ യുദ്ധല്ല, അത് എളുപ്പമുണ്ട്. പന്തളിയിൽ അങ്ങനെ ഉണ്ടല്ലോ, യുദ്ധക്കളത്തില് നിസ്കാരം, അപ്പൊ അതുപോലെ പന്തളിയിൽ നിസ്കാരം. അപ്പോ ഇവര് ഓടിക്കളിക്കുമ്പോ നിസ്കരിക്കുക. അത് യുദ്ധമല്ല, ആ യുദ്ധമല്ല ഈ പറയണത്. ദീനിന് വേണ്ടിയുള്ള ഫീ സബീലില്ലാ യുദ്ധം അല്ല. ഇപ്പൊ നമ്മൾ അങ്ങാടിയിൽ നടക്കുന്ന അടിയൊക്കെ ഇപ്പൊ യുദ്ധാക്കാൻ പറ്റും. അപ്പോ വളരെ ഗൗരവത്തിലുള്ള സംഗതിയാണ് ഈ ആയത്ത് കൊണ്ടുള്ള മെസ്സേജായി പറഞ്ഞത്. അതിന്റെ അർത്ഥം, അതുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൽ നിന്നുള്ള മുറാദൊക്കെ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞു. ഇന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ ചേർത്തി പിടിക്കേണ്ട പ്രധാനപ്പെട്ട സന്ദേശമാണ്. കാഫർ ആവണമെങ്കിൽ ഞാൻ അള്ളാനെ നിഷേധിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മളിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ നമ്മളെ എന്നോ കാഫറാക്കും. വിശിഷ്യ ഈ കാലത്ത് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. എന്നിട്ട് ഇയാള് പറയാണ് അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല. ലാകിന്ന ലാകിന്നന്റെ അനൂനിന്റെ അപ്പുറത്ത് ഒരു അലിഫ് ഉണ്ടാവും അല്ലേ? അല്ലേ? ലാക്കിൻ അന എന്നാണത്. ലാക്കിൻ അന, ലാക്കിൻ പക്ഷെ അന ഞാൻ എന്നാണ്. അതാണ് ഈ ലാക്കിന്ന എന്ന് പറഞ്ഞത്. ആ അലിഫിന്റെ തലപ്പത്തൊരു സുക്കൂനില്ലേ, ഉണ്ടോ? ആ ലാക്കിന്ന എന്ന് പറയരുത് എന്നാണ് നിയമം. എന്ത് പറയണം? ലാക്കിന്ന, ഖലാസ്, ലാക്കിന്ന എന്ന് പറയരുത്. അതാണ് ആ സുക്കൂൻ. ലാക്കിന്ന, അതെ. അപ്പൊ ലാക്കിന്ന നൂന് ശബ്ദം കൊടുക്കണോന്ന്. അത് വേണ്ട. വല്ലാന്നോ ശബ്ദം മദ്ദായിരിക്കും. അതോ അതെ, ശബ്ദം ഇടൂല. അതെ അതെ. ഞാൻ ആ ആയത്തൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ തലയിലുള്ള നിയമം പറയാം. മദ്ദുണ്ടാവും. അല്ല ലന്നല്ല, ല കുറച്ച് നീട്ടണം, കുറച്ച് ലാക്കിന്ന. എനിക്ക് കണ്ണട വെക്കണം, അതുകൊണ്ടാ. നോട്ടെ. ശബ്ദ് പിന്നെ സുമ്മ സവ്വാക്കർ. എന്താണ് സുമ്മ സവ്വാക്ക? അങ്ങനെ ആവുമ്പോ ശബ്ദുണ്ട്. വഖഫ് ചെയ്തിട്ടാവുമ്പോ ശബ്ദുണ്ട്, അല്ലെങ്കിൽ ശബ്ദില്ല. അതിനാണ് അവിടെ വഖഫ് ചെയ്യാതെ ഓതാ. അങ്ങനെ ഓതുമ്പോ ശബ്ദുണ്ട്, ഉന്നത്തില്ല. മനസ്സിലായില്ലേ? റജുലല്ല എന്ന് പറയില്ല, റജുലല്ല. പക്ഷെ വഖഫ് ചെയ്തിട്ട് പറയുമ്പോ ശബ്ദ് കാണൂല. ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. ഇടക്ക് തജ്വീദിന്റെ കാര്യങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതാണ് ഞാൻ ഇല്ലാത്തപ്പോ മൂപ്പര് ആ ക്ലാസ് എടുക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഒരു ദിവസം ഞാൻ ഉണ്ടാവില്ല. ദ്വീപിലൊന്ന് പോയി വരണുണ്ട് ഒരു പരിപാടിക്ക്. അന്ന് തജ്വീദിന്റെ ക്ലാസ് ഒന്ന് ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നമുക്ക് നാളെ പറയുന്നാല്. സമയമായല്ലോ, 20 മിനിറ്റ് ആയില്ലേ അല്ലേ? മതി, നമ്മൾ സമയം നീട്ടണ്ട. അപ്പൊ ഇന്ന് വളരെ ഗൗരവമുള്ളൊരു മെസ്സേജാണ് തന്നു കേട്ടോ. ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അറ്റാക്കിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കേൾവിക്കാരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ച പേപ്പറിൽ വന്നതാണ്. ഒരാള് ചോദിച്ചു, സാറിന് അറ്റാക്ക് ഉണ്ടായണോന്ന് ചോദിച്ചു. അറ്റാക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. കേരളത്തിൽ സംഭവിച്ചതാണ്. അറ്റാക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അന്ന് രാത്രി അറ്റാക്ക് കുടിച്ച് മരിച്ചു. അന്ന് രാത്രി അറ്റാക്ക് കുടിച്ച് മരിച്ചു. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല വലിയൊരു പുതിയ പേരൊക്കെ ഉണ്ടാക്കിയപ്പോ അതിനുള്ളിൽ കയറുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ തരിപ്പ് വന്നു. ഇതിലും വല്ലാതെ മറ്റാളടിച്ച് കയറും. അതിനൊക്കെയാണ് ഈ സോക്കള് വരിക. എന്തൊക്കെ ഇപ്പൊ ഞിന്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞ വർത്താനം അങ്ങനെ തന്നെ കേട്ടോ. അതുകൊണ്ട് കാഫറാവുന്നില്ല, പക്ഷെ ഒരു രസമില്ലാത്ത വർത്താന. എന്താ നമ്മള് പറയും, ആ വർമ്മീൻ്റെത്, ഈ ബിൽഡിങ്ങിന്റെ മറ്റൊരു 5-8 വീട് അവിടെ ഉണ്ടല്ലോ, നമ്മളെ വാടക കൊടുക്കണം ഇവിടെ. അപ്പൊ എന്റെ മഹലിൽ ഇപ്പൊ പഠിച്ചോനുള്ളത് പള്ളിയും 10 സെന്റ് സ്ഥലവും. അത് പഠിച്ചോന് മോക്കൂഫാന്ന് പറയും. ബാക്കിയൊക്കെ ബെൻ്റെതും
ഇപ്പൊ ഓരോ നാടും പരിശോധിക്കുകയാണെങ്കിൽ പഠിച്ചോ മഹാഫക്കീറാണ്. കാരണം ഈ മാറാല ഒന്നായിട്ട് കൂടി കിടക്കുന്ന ഒഴിഞ്ഞൊരു പഴയ പള്ളി ഉണ്ടാവും, അതിന്റെ ചുറ്റുഭാഗത്ത് കബറുകളുള്ള ഒരു 5-6 സെന്റ് ഉണ്ടാവും. അത് പഠിച്ചോന്റെ പേരിൽ നോക്കൂ, ആർക്കും അധികാരമില്ല, ബാക്കിയൊക്കെ ബന്ധതും. അത് മലയാളത്തിൽ നമ്മളിങ്ങനെ പറയാന്നല്ലാതെ അതിന്റെ ആന്തരിക അർത്ഥം ഉള്ളിൽ തറച്ചാൽ കാഫിറാവും. ഇതൊക്കെ നമ്മളതാണെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ട് എന്റെ കണ്ണിന് ചെറുതായിട്ട് മാറ്റമുണ്ട്, അൽഹംദുലില്ലാ. ഈ കണ്ണുണ്ടല്ലോ, ഇപ്പൊ ഈ കണ്ണ് ഇങ്ങനെ അടച്ചങ്ങളൊന്നും കണ്ടിരുന്നില്ല, അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തില്ല. ഇപ്പൊ കാണുന്നുണ്ട്. കണ്ണടച്ച ക്ലിയർ ആവും ചെയ്യും. എന്താ ഈ നീരിറങ്ങിയതാണ്, ഉറക്കം വെച്ചിട്ട്, വേറെ ഒന്നുമല്ല. അവർക്ക് നിരന്തരം പകല് രാത്രി ഉറക്കില്ലാത്ത പരിപാടി. അപ്പൊ നീരിറങ്ങിയ ഇതിന്റെ കണ്ണാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആണോ? എന്റേതാണ് കണ്ണെങ്കിൽ ഈ പ്രശ്നം വരൂലല്ലോ. അള്ളാന്റെ കണ്ണാണ്. നമ്മളെ മുടികളൊക്കെ നിരക്കണില്ലേ? നമ്മളെ മുടിയാണെങ്കിൽ കളറ് മാറുമോ? കാരണം നിരാന്നുള്ള നമ്മൾ ഇഷ്ടപ്പെടൂലല്ലോ. നമ്മളെ ശരീരത്തിലുള്ള രോമങ്ങൾ കളറ് മാറുന്നത് പോലും നമ്മൾ അറിയണില്ല. കാരണം രോമം നമ്മുടേതല്ല. വയറുവേദന, എന്റെ വയറാണെങ്കിൽ എന്തിനു വേദന ആവണം? എന്റെ തലയാണെങ്കിൽ എന്തിനു വേദന ആവണം? അതുകൊണ്ട് നമ്മൾ തന്നെയും നമ്മുടേതല്ല. അതാണ് അയാളെ പറഞ്ഞത്, നമ്മൾ തന്നെയും നമ്മുടേതല്ല. അതുകൊണ്ട് അടുത്ത ആയത്തിൽ അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്, അനിയനെ വലൗലാ ദഖൽത ഖുൽത മാ ശാ അല്ലാഹ്. നീ ഈ ആദ്യം വെടി പൊട്ടിക്കണതിന് പകരം നിന്റെ തോട്ടത്തിൽ കയറുമ്പോ കാക്ക അനക്കൊന്ന് മാഷാ അല്ലാഹ് പറഞ്ഞൂടെ എന്ന് വെച്ച്. മാഷാ അല്ലാഹ് പറഞ്ഞൂടെ? നമുക്ക് നാളെ പറയാം മാഷാ അല്ലാഹ് പ്രത്യേകത. ചില വീടുണ്ടാക്കുന്ന സമയത്തൊക്കെ മാഷാ അല്ലാഹ് എഴുതിയേക്കലുണ്ട്, നല്ലതാണ്. പക്ഷെ തള്ളമാമനെ വെക്കണ എന്തിനാന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തുണ്ട് ഇങ്ങനെ അവരല്ലേ ഒരു മാമാന ഉണ്ടാക്കിയേക്കണ് ഇല്ലേ, കൊള്ളിമ കുത്തിയിട്ട്. നിങ്ങളൊന്നും കണ്ടില്ലേ അല്ലേ? ഒരു വലിയ മാമാൻ ഉണ്ടാക്കരുത്. വലിയ മാമാൻ ഉണ്ടാക്കും, അടി കൂടി ഒരു കുത്തും കൊടുക്കും, എന്നിട്ട് പറയും കരിങ്കണ്ണാ നോക്കുക, അഭിപ്രായം വേണ്ട. അതല്ല വേണ്ടത്. ഒരു മാഷാള്ള എഴുതി വെച്ചോളി, കുഴപ്പമില്ല. എന്നാ കണ്ണേർന്നൊക്കെ രക്ഷപ്പെടാനും നല്ലതാണ്. അല്ല കരിങ്കണ്ണ നോക്കുന്ന പറഞ്ഞാൽ ഇവൻ തന്നെ ആയിരിക്കും ആദ്യം വലിയ കരിങ്കണ്ണന്. കാരണം ഈ ചിന്ത ഉണ്ടെങ്കിൽ തന്നെ കരിങ്കണ്ണനായല്ലോ. ഒക്കെ ഇന്റെ എന്നുള്ളത്. അപ്പൊ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട സംഗതി വിഷപ്പുക വ്യാപിച്ച കാലമാണ്. ഇരുന്നെണീക്കുമ്പോക്ക് കാഫറാവുന്ന കാലമാണ്. കല്യാണം പരിയുന്ന ആചാര്യ കാഫറാണ്. അങ്ങാടിന്ന് കൊലായില് തിണ്ണത്തിരുന്ന് കാലമക്കാല് വെച്ച മഹലിന്റെ മുത്തവല്ലി കാഫറാണ്. കാരണം ഇജാതി വെടിയാണ് പൊട്ടിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി. അള്ളാഹുവെ ഞങ്ങളെ നീ കബൂലാക്കണേ. അള്ളാഹുവെ ഈമാനെ പരിരക്ഷിച്ചുകൊണ്ട് ഉയർത്തി വളർത്തി ഹിദായത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച് മരിക്കുന്നവര് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ഞങ്ങളെ നാവോണ്ട് നീ പൊരുത്തപ്പെട്ട ഒരാളെയും ഒന്നും പറയുന്ന അപകടം വരുത്തല്ലേ. ആരാണ് നീ പൊരുത്തപ്പെടാത്തത് നമുക്കറിയില്ല. നമ്മളെ കാര്യത്തിൽ തന്നെ വേജാറാണ്. അതുകൊണ്ട് അന്യന്റെ ഇറച്ചി എന്നുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുന്നവരിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. അള്ളാഹുവെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണെന്ന് കേട്ടു. ഗർഭത്തിന്റെ ചില അവസ്ഥകൾ വേദന വന്നു പോകുന്നുണ്ട് എന്നും അറിഞ്ഞു. നല്ലൊരു സുഹൃത്താണ്. അള്ളാഹുവെ പരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി സുഖപ്രസവം നൽകണേ. സുഖപ്രസവത്തിലൂടെ നല്ലൊരു കുട്ടിനെ കൊടുക്കണേ. അള്ളാഹു ഞങ്ങളെ പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ. മഴയുള്ള സമയമാണ്. മഴക്കെടുതിയിലെ എല്ലാ പരീക്ഷണ പ്രയാസ ദുരന്ത പെടുന്നതിനുള്ള മരണ അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ. അള്ളാഹു ഈ സദസ്സിൽ രാവിലെ തന്നെ മഴയുണ്ടെങ്കിലും ചൂടാണെങ്കിലും കടന്നു വരുന്ന സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവരെയും നീ നാളെ സ്വർഗത്തിലാക്കി തരണേ. അവിടെ ഞങ്ങളെ മാതാപിതാക്കളെ കാണിച്ചു തരണേ. ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ ഇത് കാരണമാക്കി തരണേ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.